ഹലോ, ഫ്രീ കൺസെൻറ്റിലുള്ള 4 ഐറ്റം കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? കൺസെൻറ്റ് ഇസ് സെറ്റ് ടു ബി ഫ്രീ ഇഫ് ഇറ്റ് ഇസ് നോട്ട് കോസ്ഡ് ബൈ കോയേഷൻ, അൺഡി ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ് ആൻഡ് മിസ്റ്റേക്ക് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അതിൽ ഫ്രോഡ് വരെ നമ്മൾ കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ ടോപ്പിക്കാണ് മിസ്റ്റേക്ക്. എന്താ മിസ്റ്റേക്ക് നോക്കാം. മിസ്റ്റേക്ക് എന്താ സാധനം? ഇറ്റ് ഈസ് മിസ്കൺസംഷൻ ഓർ എറർ. Mistake means that parties intending to do nothing have by intentional error done something else. തെറ്റ് പറ്റിപ്പോവുക ചെയ്യുന്നത്. ശരിക്കും തെറ്റിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എങ്ങനെയോ അറിയാണ്ട് തെറ്റ് പറ്റിപ്പോവുക. സോ ഇൻ ജനറൽ ടേംസ് ഇറ്റ് ഇംപ്ലൈസ് എ റോങ് ബിലീഫ് അബൌട്ട് എക്സിസ്റ്റൻസ് ഓഫ് certain facts, goods or subject matter to agreement. It also means that the parties to the contract have different things in mind as subject matter of contract, or they attach different meanings for the language used in the എഗ്രിമെൻറ്റ്. അത് കണ്ടിട്ടില്ലേ, ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ലാംഗ്വേജിലെ ഡിഫറൻസ് കാരണം അങ്ങനെ തെറ്റുപറ്റാം. അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റ് മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാണ്ട് പറ്റിപ്പോവും. 2 വീടുണ്ടെങ്കിൽ ഒരു വീട്, ഞാനന്ന് കൺസെൻസസ് ആഡിടത്തിൽ എക്സാമ്പിൾ പറയാറില്ലേ, 2 വീടുണ്ട്. ഒരാളുടെ മനസ്സിൽ തൃശ്ശൂരുള്ള വീട് വിൽക്കാനായിരിക്കും, മറ്റേ വാങ്ങുന്ന ആളുടെ മനസ്സിൽ ആകെ എറണാകുളമുള്ള വീട് മാത്രമേ അവർക്ക് അറിയുണ്ടാവുള്ളൂ. അപ്പം വീട് വിൽക്കുക എന്ന് കേൾക്കുമ്പോൾ അയാൾ വിചാരിക്കും ആ വീടാണെന്ന്. അങ്ങനെ സബ്ജക്റ്റ് മാറ്ററിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റോങ് ബിലീഫ് അബൌട്ട് എക്സിസ്റ്റൻസ് ഓഫ് certain facts, goods or subject matter to agreement. It also means that parties to the contract have different things in mind as subject matter of contract, or they attach different meanings for the language used in the agreement. ഇനി നമുക്ക് നോക്കാം. Mistake are of 2 types. Mistake are classified into 2. ഏതൊക്കെയാ? Mistake of fact and second type of mistake is mistake of law. എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് is again classified into 2: bilateral mistake and unilateral mistake. അപ്പം മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള തെറ്റിപ്പോവുക, എറർ വരിക. അപ്പം മിസ്റ്റേക്ക് 2 തരത്തിൽ വരാം. ബൈലാറ്ററൽ മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താവാം? ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഓർ യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. അപ്പം എന്താണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണത്. ഓക്കെ, അപ്പം ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വൺ വേർ ബോത്ത് ദ പാർട്ടീസ് ആർ അണ്ടർ എ മിസ്റ്റേക്ക്. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? 2 പാർട്ടീസിനും തെറ്റുപറ്റിപ്പോവുക. വെൻ ബോത്ത് പാർട്ടീസ് ടു ദി കോൺട്രാക്ട് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എസെൻഷ്യൽ ടു ദ എഗ്രിമെൻറ്റ്, such as existence or identity of the subject matter, and each party has understood the contract in different sense, there is bilateral mistake na parayunnathu. That means there is no consensus addendum. Okay, there is no identity of minds regarding the subject matter of the contract. Hence such contracts are void. ഓക്കെ, അപ്പോൾ എന്താണ് ബൈലാറ്ററൽ മിസ്റ്റേക്കിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സെക്ഷൻ 20 ഓഫ് കോൺട്രാക്ട് ആക്ടിൽ പറയുന്നതാണ് വേർ ബോത്ത് ദ പാർട്ടീസ് ടു എൻ എഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു ദ മാറ്റർ ഓഫ് ഫാക്ട് എസെൻഷ്യൽ ടു ദി എഗ്രിമെൻറ്റ്, ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. സോ in order to consider a mistake as bilateral, 2 conditions must be fulfilled. അതായത് പറയുന്നത് ഒന്നാമത്തേതാണ്, ദ മിസ്റ്റേക്ക് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ ബോത്ത് ദ പാർട്ടീസ്. 2 ആൾക്കും തെറ്റുപറ്റിയിട്ടുണ്ടാവും, 2 പാർട്ടിക്കും. അതേപോലെ ദ സെഡ് മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു സം എസെൻഷ്യൽ ഫാക്ട്. അതായത് കാര്യപ്പെട്ട എന്തോ ആണ്, അത് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് എന്താണോ അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൽ തന്നെയായിരിക്കും തെറ്റിയിട്ടുണ്ടാവുക. ആ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലാണ് ആ മിസ്റ്റേക്കിനെ നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? മിസ്റ്റേക്ക് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ ബോത്ത് ദ പാർട്ടീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബോത്ത് ഓഫ് ദം മസ്റ്റ് മിസ് അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ എന്താ പറയുക, ആൻഡ് ബോത്ത് മസ്റ്റ് ബി അണ്ടർ എ മ്യൂച്വൽ മിസ്റ്റേക്ക് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ഓർത്താൽ മതി വീടിൻ്റെത്. മനസ്സിലായല്ലോ? ഒരാളുടെ മനസ്സിൽ ഒരു സ്ഥലത്തുള്ള വീട് വിൽക്കാനുണ്ടാവും, മറ്റാളുടെ മനസ്സിൽ, വാങ്ങുന്ന ആളുടെ മനസ്സിൽ വേറെ സ്ഥലത്തുള്ള വീട് മാത്രമേ അയാൾക്ക് അറിയുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ എന്തില്ല? ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ് ഇല്ല. ബോത്ത് ആർ അണ്ടർ എ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഈ മിസ്റ്റേക്ക് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ ബോത്ത് ദ പാർട്ടീസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണെന്നറിയോ?
mistake must relate to some essential fact. അതായത് mistake should relate to a matter of fact which is essential to the agreement. It must be as to the subject matter of the agreement. അല്ലെങ്കിൽ ഈ ദ മിസ്റ്റേക്ക് ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താവാം, ആസ് ടു ദി എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതായത് ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സാധനം ഉണ്ടോ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ അറിയാണ്ടാവാം. വേർ ബോത്ത് ദ കോൺട്രാക്ടിങ് പാർട്ടീസ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ദാറ്റ് സബ്ജക്റ്റ് matter of the contract is in existence, but in fact it was not in existence at the time of the contract. ഹെൻസ് ഇറ്റ് ബിക്കംസ് വോയിഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു കുതിരേനെ കച്ചവടം നടത്താൻ പോവാം. അപ്പോൾ കുതിര അയാൾ വരുന്നവരെ അയാളെ വീട്ടിൽ കുതിര നല്ല സൗണ്ട് കുതിരയിരുന്ന് പെട്ടെന്ന് ഇടിവെട്ടിച്ചെത്തുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ എങ്ങനെയാ കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് വീട്ടിൽ കുതിരേനെ എടുക്കാൻ പോകുന്ന സമയത്താണ് കാണുന്നത് കുതിര ചത്ത് കിടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാം. അതാണ് ആസ് ടു ദി സബ്ജക്റ്റ് മാറ്റർ എക്സിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ആസ് ടു ഐഡൻറ്റിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, വേർ ദ പാർട്ടീസ് ആർ നോട്ട് അഗ്രീഡ് ആസ് ടു ഐഡൻറ്റിഫൈ ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദി കോൺട്രാക്ട്, ദ കോൺട്രാക്ട് ഇസ് വോയിഡ്. ഹെൻസ് ദർ ഇസ് നോ ബൈൻഡിങ് കോൺട്രാക്ട്. അതായത് ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെയായി പോവാം. ദെൻ തേർഡ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആസ് ടു ദ ടൈറ്റിൽ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ടൈറ്റിൽ ഉദ്ദേശിക്കുന്ന ഇവിടെ ഉടമസ്ഥാവകാശം കേട്ടോ. അപ്പം വേർ ബോത്ത് ദ പാർട്ടീസ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് അബൌട്ട് ദ ഓണർഷിപ്പ്, അതാണ് ടൈറ്റിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓണർഷിപ്പ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ, ദ കോൺട്രാക്ട് ഇസ് വോയിഡ്. അപ്പം ഈ ബൈലാറ്ററൽ മിസ്റ്റേക്കിൽ നമ്മളിതാണ് പഠിച്ചിട്ടുള്ളത്. ബൈലാറ്ററൽ മിസ്റ്റേക്കിന് 2 കണ്ടീഷൻസാണ് ഒരു മിസ്റ്റേക്ക് ബൈലാറ്ററൽ ആവണമെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? മിസ്റ്റേക്ക് മസ്റ്റ് ബി കമ്മിറ്റഡ് ബൈ ബോത്ത് ദ പാർട്ടീസ്, അതേപോലെ മിസ്റ്റേക്ക് മസ്റ്റ് റിലേറ്റ് ടു സം എസെൻഷ്യൽ ഫാക്ട്. അപ്പം ചിലപ്പം അത് എന്തൊക്കെയാവാം എന്നാ പറയുന്നത്, ഏതൊക്കെ രീതിയിലാവാം? ആസ് ടു ദി എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ ആവാം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ആസ് ടു ഐഡൻറ്റിറ്റി ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഓർ ആസ് ടു ദി ടൈറ്റിൽ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയതാവാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൽ വരുന്നതാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക്. എന്താ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഇഫ് ദർ ഇസ് എ മിസ്റ്റേക്ക് ഓൺ ദ പാർട്ട് ഓഫ് വൺ പാർട്ടി എലോൺ, the other party does not know of the mistake, it is called unilateral mistake. If one party alone is under a mistake of fact, the contract is not voidable എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൻ 22 പറയുന്ന യൂണിലാറ്ററലിൻ്റെ ഡെഫിനേഷൻ നോക്കുക. എ കോൺട്രാക്ട് ഇസ് നോട്ട് voidable merely because it was caused by one of the parties to it being under a mistake as to a matter of fact. അതായത് ഒരു ആളുടെ ഭാഗത്തു നിന്ന് മാത്രമായിട്ടാണ് തെറ്റ് സംഭവിക്കുന്നതെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി പറയുകയാണെങ്കിൽ മാത്രമേ ആ പാർട്ടീൻ്റെ ഓപ്ഷൻ അനുസരിച്ചിട്ട് വേണമെങ്കിൽ വോയിഡ് ആക്കാം എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് പറയുക. ഒരു എക്സാമ്പിൾ നോക്കുക. എ പ്രൊപ്പോസസ് ടു സെൽ ഹിസ് ഹൗസ് ടു ബി intending to offer rupees 2 lakh, by mistake offers 3 lakh, which was accepted by A. 2 ലക്ഷത്തിനായിരുന്നു ശരിക്കും വീട് വിൽക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അറിയാണ്ട് 2 ലക്ഷത്തിന് പകരം 3 ലക്ഷം തരാമെന്ന് പറഞ്ഞു പോയി. പക്ഷേ അങ്ങനെ ഒരു തെറ്റ് പറ്റിയത് കൊണ്ട് എന്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, ബിക്ക് ഈ കനോട്ട് അവോയ്ഡ് ദ കോൺട്രാക്ട് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് മിസ്റ്റേക്ക്. ഓക്കെ. അപ്പം മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാവാം? ബൈലാറ്ററൽ മിസ്റ്റേക്ക് ഓർ unilateral mistake. The second type of mistake is mistake of law. Mistake of law are of 2 types. Mistake as to Indian law and mistake as to ഫോറിൻ ലോ. അതായത് നിയമം അറിയാത്തത് കാരണത്താൽ തെറ്റുപറ്റി പോവുക. അപ്പം ചിലപ്പം ഇന്ത്യൻ ലോ അറിയാഞ്ഞിട്ട് തെറ്റിയതാവാം, അല്ലെങ്കിൽ ഫോറിൻ ലോ. അപ്പം മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറയുന്ന ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ആസ് ടു ഇന്ത്യൻ ലോ ആൻഡ് മിസ്റ്റേക്ക് ആസ് ടു ഫോറിൻ ലോ. അപ്പം നമുക്ക് ആദ്യം നോക്കാം മിസ്റ്റേക്ക് ഓഫ് ആസ് ടു ഇന്ത്യൻ ലോ. ഇന്ത്യൻ ലോയിൽ എന്താ പറയുന്നത്, എവ്രി സിറ്റിസൺ ഇസ് ഡീംഡ് ടു നോ ദ ലോ ഓഫ് ഹിസ് ഓൺ കൺട്രി and a person cannot escape from the clutches of law merely by saying that he is ignorant of law. ഒരു രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളും ആ രാജ്യത്തെ പൗരന്മാർ അറിഞ്ഞിരിക്കണം. ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ നിയമം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് ആ നിയമത്തിൻ്റെ കുരുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ. ഒരു മാക്സിം തന്നെ ഉണ്ട്, ഇഗ്നറൻഷ്യ ജൂറിസ് നോ എക്സ്ക്യൂസ്. അതായത് ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത്, അതായത് ലോൻ്റെ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് പറയുന്നത്. ഹെൻസ് ഇൻ എ കോൺട്രാക്ട് എ പേഴ്സൺ കനോട്ട് എസ്കേപ്പ്
from his obligation on the ignorance he has done a particular act is in ignorance of law. അപ്പോൾ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്തിട്ട് എനിക്കത് ആ നിയമം അറിയാണ്ട് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഇഗ്നറൻസ് ഓഫ് ലോ, നിയമം അറിയില്ല എന്നുള്ളത് എന്തല്ല എന്നാണ് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അപ്പോൾ സെക്ഷൻ 21 പറയുന്നത് ഇതാണ്, എ കോൺട്രാക്ട് ഇസ് നോട്ട് വോയിഡ് merely because it was caused by a mistake as to any law which is in force in ഇന്ത്യ. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയമം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റ് എന്താക്കാൻ പറ്റില്ല, വോയിഡ് ആക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. A and B make a contract on the erroneous belief that a particular debt is barred by ഇന്ത്യൻ ലോ ഓഫ് ലിമിറ്റേഷൻ. അതായത് ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ബാർ ചെയ്യുന്നുള്ള ഒരു ഇതിലാണ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്. ദ കോൺട്രാക്ട് കനോട്ട് ബി അവോയ്ഡഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് മിസ്റ്റേക്ക് ബിക്കോസ് ഈച്ച് വൺ ഓഫ് ദം ഇസ് എക്സ്പെക്റ്റഡ് ടു നോ ദ ലോ ഓഫ് ഹിസ് ഓൺ കൺട്രി. അതേപോലെ അടുത്ത എക്സാമ്പിളും ഇത് തന്നെയാണ് പറയുന്നത്. എ എഗ്രീസ് ടു സെൽ സിമെൻറ്റ് ബാഗ്സ് ടു സി. Subsequently, A comes to know that in case of supply of cement bags, he has to pay sales tax to the government according to Sales Tax Act. So, A wants to avoid the contract on the ground that he is ignorant of sales tax എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ബിക്കോസ് എ കനോട്ട് അവോയ്ഡ് ദ കോൺട്രാക്ട് ബിക്കോസ് സെയിൽസ് ടാക്സ് ആക്ട്, അതായത് ഇത്ര ടാക്സ് അടയ്ക്കണം എന്നൊക്കെ ഉള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ബട്ട് ദർ ഇസ് വൺ എക്സെപ്ഷൻ. ഇങ്ങനെ ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്ന എക്സ്ക്യൂസ് അല്ല എന്ന് പറഞ്ഞല്ലോ, പക്ഷെ ചില കേസസിൽ നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു ഇളവുകൾ ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇഫ് എ പേഴ്സൺ എൻറ്റേഴ്സ് ഇൻ ടു എ കോൺട്രാക്ട് ബൈ മേക്കിംഗ് എ മിസ്റ്റേക്ക് ഓഫ് ലോ അറ്റ് ദ ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് അനദർ. ഇവിടെ ശ്രദ്ധിക്കണേ, ഞാനിപ്പം ഈ കോൺട്രാക്റ്റിൽ ഇപ്പം ഒപ്പുവെക്കുന്നത് എങ്ങനെയാണ്, അതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നെ ഇൻഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. അവിടെ ടാക്സ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം എന്നാണ് പറയുന്നത്, ദ കോൺട്രാക്ട് മേ ബി അവോയ്ഡഡ്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് ഓഫ് ലോയിൽ വരുന്ന സെക്കൻഡ് ടൈപ്പാണ് മിസ്റ്റേക്ക് ആസ് ടു ഫോറിൻ ലോ. ഫോറിൻ ലോയിൽ എന്താ പറയുന്നത് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും എല്ലാ ഫോറിൻ ലോസും അറിഞ്ഞോളണമെന്നില്ല. അപ്പം ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ഫോറിൻ ലോ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. സോ ഫാർ ആസ് ഫോറിൻ ലോ ഇസ് കൺസേൺ, ദ മാക്സിം ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോ എക്സ്ക്യൂസ് ഇസ് നോട്ട് അപ്ലിക്കബിൾ എന്നാണ് പറയുന്നത്. മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ വയലേറ്റ്സ് ദ കോൺട്രാക്ട് ആസ് നോ വൺ ഇസ് എക്സ്പെക്റ്റഡ് ടു ബി ഫെമിലിയർ വിത്ത് ഫോറിൻ ലോസ്. അപ്പോൾ ഇഫ് എ പേഴ്സൺ പ്ലീഡ്സ് ഇഗ്നറൻസ് ഓഫ് ഫോറിൻ ലോ, ഇറ്റ് വിൽ ഹാവ് ദ സെയിം ഇഫക്റ്റ് ഓഫ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്നാണ് പറയുന്നത്. അതായത് എഗ്രിമെൻറ്റ് എന്താക്കാം, വോയിഡ് ആക്കാം. ഓക്കെ, അപ്പോൾ എ കോൺട്രാക്ട് സെക്ഷൻ 21 ഇതാണ് പറയുന്നത്, എ കോൺട്രാക്ട് ഇസ് നോട്ട് വോയിഡബിൾ ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ മിസ്റ്റേക്ക് ആസ് ടു എനി ലോ ഇൻ ഫോഴ്സ് ബട്ട് എ മിസ്റ്റേക്ക് ആസ് ടു ലോ നോട്ട് ഇൻ ഫോഴ്സ് ആസ് ദ സെയിം ഇഫക്റ്റ് ഓഫ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഓക്കെ, അപ്പം മിസ്റ്റേക്ക് ഓഫ് ലോയിൽ ഇന്ത്യൻ ലോ അനുസരിച്ചിട്ട് ഇന്ത്യൻ പൗരന്മാർക്ക്, എല്ലാ ഇന്ത്യൻ സിറ്റിസൺസിനും ഇന്ത്യൻ ലോ എല്ലാം അറിഞ്ഞിരിക്കണം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നേരെ മറിച്ച് മിസ്റ്റേക്ക് ആസ് ടു ഫോറിൻ ലോയിൽ പറയുന്നത് എന്താ, ഫോറിൻ ലോ എല്ലാം നമുക്ക് അറിയണമെന്നില്ല. സോ ദിസ് മാക്സിം ഇസ് നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ, താങ്ക് യു.